നമുക്ക് സംഭവിച്ചു പോയ കുട്ടികളെ വലിയ അബദ്ധം. അതായത് നമ്മൾ ഈ ആയത്തിൻ്റെ മർമ്മം ചിന്തിക്കുന്നില്ല. നമ്മൾ സ്വർഗമുണ്ടെന്ന് നമുക്ക് വിചാരിക്കും, പക്ഷെ അത് വലിയ അബദ്ധമാണ്. നമ്മൾ സ്വർഗം ഇത്തരം ആയത്തുകളൊക്കെ കാണുമ്പോൾ നമ്മളോട് സന്തോഷിക്കും, പക്ഷേ ആ ആയത്തിലേക്ക് ഒരു പ്രഥമ ദൃഷ്ടിയ ചിന്തിക്കൂല. ഒരു പ്രഥമ ദൃഷ്ടിയ തന്നെ ചിന്തിക്കണം. ഞാൻ നമുക്ക് ഈ ആയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പെടോ ഇല്ലേ അതാദ്യം പറയാം. ഇന്നല്ലാഹ ഇശ്തറ മിനൻ നാസ് അല്ല, ഇന്നല്ലാഹ ഇശ്തറ മിനൽ മുഅ്മിനീന. അള്ളാഹു ജനങ്ങളിൽ നിന്ന് അവരുടെ നഫ്സ് വാങ്ങി പകരം അവർക്ക് സ്വർഗം കൊടുക്കുമെന്നല്ല ആയത്തിലുള്ളത്. ഇന്നല്ലാഹ ഇശ്തറ, അള്ളാഹ് വിലക്ക് വാങ്ങിയിട്ടുണ്ട്, മിനൻ നാസ് ജനങ്ങളിൽ നിന്ന് എന്നല്ല. അൻഫുസഹും അവരുടെ ദേഹങ്ങളെ അള്ളാഹ് വിലക്ക് വാങ്ങി, വഅംവാലും അവരുടെ ധനവും വിലക്ക് വാങ്ങി, ബി അന്ന ലഹുമുൽ ജന്ന, അതിന് പകരമായി വിലയായി അവർക്ക് എന്ത് കൊടുക്കും? സ്വർഗം കൊടുക്കും. ഇശ്തറൈതു സൗറക ബി 50,000 റുബിയ. ബി 50,000 റുബിയ. ബി കഴിവതിലാണ് ബാവ് കൊടുക്കുക. അല്ലേ മക്കളെ? പറയും. അൽഫിയൊക്കെ നിങ്ങൾ ഓതിയരല്ലേ? ഒന്ന് പറയും. ഈ ഇരിക്കുന്ന പലരും അൽഫി ഓതിയരായിരിക്കും. ഒന്ന് പറയും. ഇഷ്തറൈതു സൗറക, നിന്റെ കാളയെ ഞാൻ വാങ്ങി. ഇഷ്തറൈതു, ഞാൻ വാങ്ങി. സൗറക, നിന്റെ കാളയെ. ബി 50,000 റുബിയ. ബി 50,000 റുബിയ, 50,000 ഉറുപ്പ്യക്ക് പകരമായി. അപ്പൊ വില പറയുന്നിടത്താണ് എന്ത് കൊടുക്കുക? ബാവ് കൊടുക്കുക. ഇഷ്തറൈതു, ഞാൻ വാങ്ങി. ഗനമക, നിന്റെ ആടിനെ. ബി 10,000 റുബിയ, 10,000 ഉറുപ്പ്യക്ക് പകരമായി. അപ്പോൾ വിലയാണെന്ത്? പറ, വിലയാണെന്ത്? 10,000 ഉറുപ്പ്യ. വാങ്ങിയ സാധനം വാങ്ങിയത് ഞാൻ, വാങ്ങിയ സാധനം നിന്റെ ആട് അല്ലെങ്കിൽ നിന്റെ കാള. മനസ്സിലാണ്ട് പറഞ്ഞത്? ശരി. നീ ആയത്തർത്ഥം വെക്ക്. ഇന്നല്ലാഹ, പറയും മക്കളെ, തീർച്ചയായും അല്ലാഹു തആല ഇശ്തറ, വിലക്ക് വാങ്ങി, മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന്, അൻഫുസഹും അവരുടെ ദേഹങ്ങളെ, വഅംവാലഹും അവരുടെ ധനങ്ങളെയും വിലക്ക് വാങ്ങി. ബി അന്ന ലഹുമുൽ ജന്ന. ബി ഇതിനെന്താ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു? ബി 50,000 റുബിയ, ബി 10,000 റുബിയ, ബി 60,000 റുബിയ, ബി 100,000 റുബിയ. ബി ഞാൻ നമുക്ക് ബി അന്ന ലഹുമുൽ ജന്ന, അവർക്ക് പകരം എന്ത് കൊടുക്കും? സ്വർഗം. അപ്പോൾ സ്വർഗം എന്താണ്? വിലയാണ്. സ്വർഗം വിലയാണ്. ഈ ആയത്തിൽ നമ്മൾ ഒരു 100 ആലോചിച്ചാൽ തീരൂല. നമ്മൾ ആയത്തിന്റെ പ്രിഫേസിലേക്ക് തന്നെ പറഞ്ഞു. ഒന്ന്, ഇന്നല്ലാഹ ഇശ്തറ, അള്ളാഹു വിലക്ക് വാങ്ങി. ഇതിന്റെ വീണ്ടും ഒരു പ്രിഫേസിലേക്ക് വരാനുണ്ട്. ഞാൻ കുറച്ചുകൊണ്ട് പറയാം, വീണ്ടും തിരിച്ചു വരും. ഞാൻ അള്ളാഹു വിലക്ക് വാങ്ങി. മിനൽ മുഅ്മിനീന, മിനൻ നാസ് അല്ല, ജനങ്ങളിൽ നിന്ന് വാങ്ങിയതല്ല. ജനങ്ങൾ അള്ളാഹു വാങ്ങൂല. ജനങ്ങളുടെ ചന്ത അവിടെ നടക്കുന്നുണ്ട്, ആ ഭാഗത്തേക്ക് അള്ളാഹു പോവുകയില്ല. ലോക്കൽസിന്റെ കയ്യിൽ നിന്ന് അള്ളാഹു വാങ്ങേയില്ല. എന്തുകൊണ്ട്? അവർക്ക് വാങ്ങാൻ പോവില്ല. അത് അള്ളാഹ്ക്ക് കുറച്ചിലാണ്. അത് അള്ളാഹ്ക്ക് കുറച്ചിലാണ്. രാജാക്കന്മാരുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അവർക്ക് എന്ത് ചെയ്യും? ഒരു സാധാരണക്കാരൻ്റെ സുന്ദരിയായ മകളെ രാജാവ് കേൾക്കും. അപ്പോൾ ആ സുന്ദരിയായ മകളെ കല്യാണം കഴിക്കണമെന്ന് രാജാവിന് ആഗ്രഹമുണ്ട്. അപ്പോൾ രാജാവ് എന്ത് ചെയ്യും? പക്ഷെ രാജാവിന് അയാളെടുത്ത് പോയി ഖബിൽതു മിൻക നിക്കാഹ എന്ന് പറയുന്നത് രാജാവിനെ കുറച്ചിലായിരിക്കും. അപ്പോൾ രാജാവ് വക്കീലിനെ ഏൽപ്പിക്കും. തിരിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ചരിത്രം ടിപ്പു പോലും അങ്ങനെ ചെയ്തത് ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ടിപ്പു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് വക്കീലിനെ അയച്ചിട്ടാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ടാവും. ഒരു കാരണം ഞാൻ പറയാം. ഒരു കാരണം ഈ സാധാരണക്കാരൻ്റെ പന്തലിൽ വന്നിട്ടോ അല്ലെങ്കിൽ അയാളോട് ഖബിൽതു മിൻക എന്ന് പറയുന്നത് രാജാവിൻ്റെ ആ ദർജയോട് യോജിക്കൂല. അപ്പോൾ രാജാവിന് വേണ്ടി വേറൊരാൾ ഹാജരായിട്ട് എന്ത് ചെയ്യും? രാജാവിന് വേണ്ടി ഒരാൾക്ക് വേണ്ടി വക്കീലായിട്ട് കെട്ടിച്ചു കൊടുക്കാലോ, ഒരാൾക്ക് വേണ്ടി വക്കീലായിട്ട് കെട്ടും ചെയ്യാലോ. പെണ്ണ് അയാൾക്കല്ല, ആർക്കാണ്? ഇയാളെ മുവക്കീലിനാണ്. മുവക്കീലിന്റെ പേര് പറയാ. എന്നെ വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുള്ള ഇന്നാലിന്ന ആൾക്ക് പകരമായി നിങ്ങളുടെ മകളെ അയാളുടെ നിക്കാഹിലേക്ക് ഞാൻ സ്വീകരിച്ചു. അയാൾ എന്നെ ഏൽപ്പിച്ചത് പ്രകാരം. അപ്പൊ പെണ്ണും ഇയാളും തമ്മിൽ ബന്ധമില്ല. പെണ്ണിനെ കാണാൻ പോലും ഇയാൾക്ക് അർഹതയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നതുപോലെ
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക്കൽ മാർക്കറ്റിലേക്ക് പോകുകയില്ല. കാരണം അവൻ ആരാണ്? അവൻ ആരാണ്? രാജാതിരാജനായ അല്ലാഹു ആണ്. ലോക്കൽ മാർക്കറ്റിൽ നഫ്സുണ്ട്, ദേഹങ്ങളുണ്ട്, പിന്നെ വളരെ VIP ദേഹങ്ങളുമുണ്ട്. ഇന്നല്ലാഹ ഇശ്തറ, അല്ലാഹു തആല വാങ്ങിയിട്ടുള്ളത്, വാങ്ങുന്നത് പിന്നെ ആരിൽ നിന്ന് മാത്രം? മുഅ്മിനീങ്ങളിൽ നിന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇവിടെ പ്രശ്നം ഒന്ന്, നമ്മൾ മുഅ്മിനാണോ? നമ്മൾ മുഅ്മിന അല്ലെങ്കിൽ നമ്മളെ ദേഹം ആര് വാങ്ങൂല? അല്ലാഹു വാങ്ങൂല. അപ്പോൾ നമുക്ക് എന്തിന് അർഹതയില്ല? പ്രൈസ് വാങ്ങൂലല്ലോ, പ്രൈസ് കിട്ടൂലല്ലോ. പ്രൈസ് പറഞ്ഞ മനസ്സിലായ കുട്ടി? വില ഞാൻ വിലക്ക് വാങ്ങി. ഇതെത്ര? ഇതിന് ഒരു 15,000 15,000 എന്ന് ഞാൻ വാങ്ങി എന്ന് പറഞ്ഞാലല്ലേ ഞാൻ അയാൾ പീഡിയക്കാരനോട് പറഞ്ഞു 15,000 ഞാൻ ഇത് വാങ്ങി, ആയിക്കോട്ടെ എനിക്ക് സമ്മതമാണ്, പാക്ക് ചെയ്തോ എന്ന് പറഞ്ഞാലല്ലേ വില വാങ്ങാനും ചോദിക്കാനും അയാൾക്ക് അർഹത? പറയുമോനെ, വില ചോദിക്കാനുള്ള അർഹത അയാൾക്ക് ഉള്ളൂ. ഒന്ന് ലോക്കൽസിൽ നിന്ന് അല്ലാഹു വാങ്ങൂല. അല്ലാഹു ആരിൽ നിന്നേ വാങ്ങൂ? മുഅ്മിനുകളിൽ നിന്നേ വാങ്ങുള്ളൂ. അപ്പൊ നമ്മൾ മുഅ്മിനാണോ? നമ്മൾ മുഅ്മിനാണോ? നോക്കൂ, നമ്മൾ മുഅ്മിനാണോ? ചോദ്യം. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നെ വാങ്ങൂ. മുഖമുയർത്തി നിന്നെ തന്നെ നോക്ക്. ഹസനുൽ ബസ്രിയോട് ഒരാൾ ചോദിച്ചു, സയ്യിദുന ഹസനുൽ ബസ്രി തങ്ങളോട് ഒരാൾ ചോദിച്ചു, അൻത മുഅ്മിനാണോ? ഫഖാല അൻത തുരീദു ഇന്നി ആമൻതു ബില്ലാഹി വബിറസൂലിഹി വബിമലായികതിഹി വബികിതാബിഹി വബിൽയൗമിൽ ആഖിരി വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല ഊമിനു ബിഹാ വഅൻത തുരീദു അന മിനല്ലദീന ഖാതബഹും റബ്ബുഹും യാ അയ്യുഹല്ലദീന ആമനു ലാ അദ്രി. അല്ലാഹുവിലും അല്ലാഹുവിൻ്റെ റസൂലിലും മലക്കുകളിലും കിതാബിലും അന്ത്യനാളിലും ഖദറിലും വിശ്വസിക്കുന്ന ഒരാളാണോ നീ എന്നാണ് നിന്റെ ചോദ്യമെങ്കിൽ അതാണ്. അതായത് 6 കാര്യം വിശ്വസിക്കുന്ന അന്ത മുഅ്മിനുൻ, നിങ്ങൾ മുഅ്മിനാണോ? നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണോ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ്. അപ്പം നിന്റെ ചോദ്യം ഞാൻ ബില്ലാഹി വബിമലായികതിഹി വബികുതുബിഹി വബിറുസുലിഹി വബിൽയൗമിൽ ആഖിരി വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല അന ഉമിനു ബിഹാ വലാ അദ്രി അന മിനല്ലദീന ഖാതബഹും റബ്ബുഹും യാ അയ്യുഹല്ലദീന ആമനു. മുഅ്മിനീങ്ങളെ എന്ന് അല്ലാഹു വിളിച്ച് അവൻ മുഅ്മിനാണെന്ന് അംഗീകരിച്ച ഒരു വർഗ്ഗമുണ്ട്. അതിൽ ഞാൻ പെട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, അതെനിക്കറിയില്ല. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീൻ. അവിടെ പ്രശ്നമാണ്, അത് പ്രശ്നമാണ്, അവിടെയാണ് പ്രശ്നം. അപ്പൊ ഇത് പ്രശ്നമാണ്. അതേസമയത്ത് അപ്പൊ നിങ്ങൾ ചോദിക്കും, മുഅ്മിനീങ്ങളോടാണല്ലോ നിസ്കരിക്കാൻ പറഞ്ഞത്, മുഅ്മിനീങ്ങളോടാണല്ലോ നോമ്പ് നോൽക്കാൻ പറഞ്ഞത്. അത് നമ്മൾ 2 കാര്യത്തിലാണ് ചെയ്യുന്നത്. നമ്മൾ അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് നമ്മളിത് ചെയ്യുന്നത് വഴി അള്ളാഹു നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തുമെന്ന വിശ്വാസം, പ്രതീക്ഷ. അതേസമയത്ത് പെടുത്തുവല്ലേന്ന് എവിടുന്നേ അറിയൂ? അള്ളാഹു എവിടുന്നേ അറിയൂ? മനസ്സിലായില്ല? ഇത് ആര് പറഞ്ഞ വാക്കാണ്? ഞാൻ മുഅ്മിനാണോന്നറിയില്ല. അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന ആ സംബോധിത സമൂഹത്തിൽ ഞാനുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. 6 കാര്യം വിശ്വസിച്ചവനാണോ എന്ന് പറഞ്ഞാൽ അതെ, അതെനിക്കറിയാം, ഞാൻ വിശ്വസിച്ചു. പക്ഷേ യാ അയ്യുഹല്ലദീന ആമനു, അവരുടെ റബ്ബ് അവരെ പ്രശംസിച്ച് മുഅ്മിനീങ്ങളെ എന്ന് സംബോധന ചെയ്ത ഒരു സംബോധിത സമൂഹമുണ്ട്. അതിൽ ഞാൻ പെടുമോ എന്ന കാര്യം എനിക്ക് അറിയൂല. ആരാ പറഞ്ഞത്? സയ്യിദുന ഹസനുൽ ബസ്രി. അവരാരാ? സയ്യിദ് ഹസൻ ബസ്രി ആരാ? മക്കളെ, സയ്യിദു താബിഈൻ നേതാവ്. സ്വഹാബികൾ കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ സ്ഥാനം ആർക്കാണ്? ഹസൻ ബസ്രിക്കാണ്. ഇൽമിൽ സയ്യിദു താബിഈന ഫിൽ ഇൽമി അൽ ഹസനുൽ ബസ്രി വസയ്യിദു താബിഈന ഫിൽ സുഹ്ദി അൽ ഉവൈസുൽ ഖറനി.
ഇമാം നവവി തങ്ങൾ പറയുന്നുണ്ട്, ഇൽമിൽ താബിഈങ്ങളുടെ നേതാവ് ഹസൻ ബസ്രിയാണ്. ഹബീബ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളിൽ നേതാവ് ഉവൈസുൽ ഖർനിയാണ്. സയ്യിദു താബിഈന ആരാത് പറഞ്ഞത്? ഇമാം നവവി തങ്ങൾ പറയാണ്, സയ്യിദു താബിഈന ഫിൽ ഇൽമി, ഇൽമിൽ സയ്യിദു താബിഈൻ അൽ ഹസനുൽ ബസ്രി വസയ്യിദു താബിഈന ഫി സുഹ്ദി, സുഹ്ദിൽ സയ്യിദു താബിഈൻ ആരാ? ഉവൈസുൽ ഖർനി. മനസ്സിലായില്ലേ? ബാബു ഫളലി താബിഈൻ എന്ന അധ്യായത്തിന്റെ താഴെ അവിടെ ശറഹ് മുസ്ലിമിൽ ഈ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആര്? മഹാനായ ഇമാമുന അൻ-നവവി റളിയല്ലാഹു അൻഹു. അവരുടെ ദറജ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അവരുടെ നാഫിയായ ഇൽമുണ്ട് അല്ലാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അവരോടുകൂടെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുന്നവരിൽ ഈ പാപികളായ ഒന്നിനും പറ്റാത്ത നമ്മളെയും അല്ലാഹു ചേർത്ത് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അവരാണ് ഹസൻ ബസ്രി. അവരാണ് എന്ത് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു എന്ന സംബോധിത സമൂഹത്തിൽ ഞാൻ പെടുമോ എന്ന കാര്യം എനിക്ക് അറിയില്ല. പിന്നെ എങ്ങനെ ഉറപ്പിക്കുക? പ്രതീക്ഷയാണ്. എന്തില്ല? ഉറപ്പില്ല. ഇവിടെ പറഞ്ഞത് ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീൻ. അപ്പൊ അല്ലാഹു തആല ചോദിച്ചു വരിക. ഞാൻ അത്ഭുതമാണ്. ഇപ്പൊ രാജാവിന്റെ മകൻ നിങ്ങളെ മകളൊന്ന് കാണാൻ വന്നു എന്നുള്ളതിന് നിങ്ങൾക്ക് മദ്യാണ്. നിങ്ങൾക്ക് ഭയങ്കര വെയിറ്റാണ്. കെട്ടണ്ട എന്ത് മതി? വെയിറ്റാ, അത് ഭയങ്കര വെയിറ്റാ. ഇനി അടുത്ത ഒരാൾ വന്നാൽ നമ്മൾ എന്താ പറയാ? കെട്ടിച്ചു കൊടുക്കുക. ഇത് രാജാവിന്റെ മകൻ വരെ കാണാൻ വന്നവണ്ണ എന്നെ പോലത്തെ എന്തല്ലാത്ത കടിച്ചു കൊടുക്കണം. അല്ല, എനിക്ക് ഗൾഫിൽ 2 കച്ചവടമുണ്ട്. 2 കച്ചവടം. എൻ്റെ 2 കച്ചവടമൊക്കെ ആരോടാ പറയണം? രാജാവിന്റെ മകൻ നോക്കാൻ വന്ന പെണ്ണ. സന്ദർഭവശാൽ അന്ന് കല്യാണം ഉണ്ടായില്ല എന്നേ ഉള്ളൂ. പക്ഷെ രാജാവിന്റെ മകൻ വരെ വന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു പോയ പെണ്ണ. പിന്നെ സന്ദർഭവശാൽ കല്യാണം ഉണ്ടായില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിലക്ക് വാങ്ങണ്ട. ജിബ്രീലിനോടൊന്ന് പറഞ്ഞു, എന്ത് അങ്ങനെ റഹ്മത്തുള്ള അങ്ങനെ ആള് എടുത്തിട്ടുണ്ടല്ലോ, നമുക്കതൊന്നും പറ്റുമെന്ന് നോക്കായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അത്? വെയിറ്റാ, അതിൽ വെയിറ്റാ. നിങ്ങൾ എന്തത് ചിന്തിക്കാത്തത്? ഇപ്പൊ ഒരുത്തന് ഒരു വലിയ കാളയെ അറിയുന്ന വലിയ ഒരു ആള് ചന്തയിൽ വന്നിട്ട് ഒരു കാളയുടെ 2 ചിറ്റൽ ചിറ്റി ഇയാൾ തന്നെ ആ കാളക്കാരന് അതിൽ വെയിറ്റാ. എന്തുകൊണ്ട്? അത് നമ്മളെ മറ്റേ വലിയ കച്ചവടക്കാരല്ലേ പോക്കർക്കാക്ക, മൂപ്പര് 1-2 വട്ടത്തിനെ വന്ന് നോക്കി, അതിനെ വെയിറ്റാ. പോക്കറാക്ക നോക്കിയോ? അതിന് വെയിറ്റാ. അല്ലാഹു നമ്മളെ വാങ്ങാൻ പറ്റുമോന്ന് നോക്കലെന്നെ എന്താണ്? വാങ്ങണ്ട. മനസ്സിലായില്ല? നമ്മളെ വാങ്ങണ്ട. നമ്മളെ പല്ലും ചെവിയൊക്കെ അല്ലൊക്കെ പിടിച്ചു നോക്കി, പറ്റുമല്ലേ? എന്നാൽ തന്നെ എന്താണ് ഇതൊക്കെ ഭാവനയായി പറയണോ കേട്ടോ. ഞാൻ അള്ള പല്ല് പിടിച്ച് നോക്കിയെന്ന് വരെ കാസിന് പറഞ്ഞുണ്ടാക്കിയത് ഇതൊക്കെ ഭാവന. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇവിടെ വാങ്ങി. അപ്പൊ അള്ളാഹു വാങ്ങാനല്ലേ, വാങ്ങാൻ നോക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൽ അതൊരു വെയിറ്റാണ്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. നിങ്ങൾ 100 വട്ടം ഈ പറഞ്ഞ കാര്യം ചിന്തിക്കണം. അതിനങ്ങനെ നോക്കുവോ? നോക്കണമെങ്കിൽ എന്തിന്? പ്രഥമ ദൃഷ്ട്യാ തന്നെ നിനക്ക് എന്തുണ്ട്? കേടുണ്ട്. ഒന്ന് നിന്റെ നിനക്ക് കണ്ണില്ല. കണ്ണല്ല, കണ്ണമ്മ അല്ലാഹു തആല കണ്ണട വെച്ചിട്ട് ഇവന് കാണുന്നുണ്ടോ എന്ന് എഴുത്ത് വായിപ്പിക്കലല്ല. പ്രഥമ ദൃഷ്ട്യ മനസ്സിലാവും എന്തില്ല. പറച്ചങ്ങായി കണ്ണില്ല. അപ്പൊ കണ്ണിന് കാഴ്ച ഉണ്ടോന്നല്ല, എന്തില്ല. പറയാ മനുഷ്യ, കണ്ണില്ല. നിനക്ക് ഹാർട്ടില്ല. ഹാർട്ടിന് മിടിപ്പ് കുറവോ കൂടുതലോ അതല്ല. അപ്പൊ ഈ ആഴ്ച എന്നോട് ഒരാൾ പറഞ്ഞു ഹാർട്ടിന് മിടിപ്പ് കുറവാ. എന്നാലും എന്തുണ്ട്? ഹാർട്ടുണ്ടല്ലോ. ഇതെന്തന്നല്ല. ഉറക്കെ ബേക്കിൽ ആളുകൾ ഒന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കണില്ലേ? നല്ലോണം ശ്രദ്ധിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഉള്ള ക്ലാസ്സിൽ ഇവർ ഇരിക്കാന്നേ ഉള്ളൂ. നിങ്ങൾക്കുള്ള ക്ലാസ്സാണ്. തലയെ കെട്ടി അള്ളാഹിൻ്റെ ദീനിനെ വിൽക്കണ കാലമാണിത്. അത് തലയെ കെട്ടി വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. ഞാൻ മറ്റന്നാൾ നിങ്ങൾ വലിയ ബിരുദം വാങ്ങി ഇറങ്ങും. എന്നിട്ട് നിങ്ങൾ ദീന് കച്ചവടം ചെയ്യാൻ തുടങ്ങും. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് അത്. നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളിത് ഉറങ്ങിക്കൊക്കെയത് നിങ്ങൾ ഉണർന്ന് കേൾക്കണം. നിങ്ങൾക്കുള്ള ക്ലാസ് ഇവർ കേൾക്കണം. ഇത് ഇവർക്കുള്ള ക്ലാസ്സല്ല, നിങ്ങൾക്കുള്ള ക്ലാസ്സാണ്.
നിങ്ങൾ ഉറങ്ങിയാൽ സമുദായം ഉറങ്ങും, നിങ്ങൾ ഉണർന്നാൽ സമുദായം ഉണരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളിത് തല കൊടുത്ത് ചിന്തിക്കണം. മനസ്സിലായില്ലേ? അള്ളാഹു താല വാങ്ങണമെങ്കിൽ ആദ്യം നിനക്ക് എന്തില്ല? ഹാർട്ടില്ല. പിന്നെ എന്തില്ല? കണ്ണുമില്ല. പിന്നെയോ ചെവിയില്ല, ഒന്നുമില്ല. പിന്നെ അതായത് ആർട്ടിന്റെ ധർമ്മം ആർട്ട് നിർവഹിക്കുന്നില്ല. ആർട്ടുണ്ട്. എന്താ ആർട്ടിന്റെ ധർമ്മം? ആർട്ടിന്റെ ധർമ്മം ഉണ്ടല്ലോ, അതെന്താണ്? ഫിസിക്കലായി മെഡിക്കലാണ്, സ്പിരിച്വലായി ഉൾക്കൊള്ളൽ. കണ്ണിന് ധർമ്മമുണ്ട്, ഫിസിക്കലായി കാണലാണ്, സ്പിരിച്വലായി ഉൾക്കൊള്ളലാണ്. ചെവിക്കൊരു ധർമ്മമുണ്ട്, ഫിസിക്കലായി കേൾക്കലാണ്, സ്പിരിച്വലായി ഉൾക്കൊള്ളലാണ്. ലഹ്റും ബത്തുനും അറിയുന്നവനാണ് ആര്? കച്ചവടക്കാരൻ. കച്ചവടക്കാരൻ തിരിഞ്ഞു നോക്കിയാൽ തന്നെ പിന്നെ വെയ്ത്ത. കച്ചവടക്കാരൻ തിരിഞ്ഞു നോക്കൂല. എന്തുകൊണ്ട്? ഇവന്റെ ഹാർട്ടല്ല, അപ്പൊ പിന്നെ ഹാർട്ടില്ലാത്ത പോലെയാണ്. ഇവന്റെ കണ്ണല്ല, കണ്ണില്ലാത്ത പോലെയാണ്. ഇവന്റെ ചെവിയല്ല, അപ്പൊ ചെവി ഇല്ലാത്ത പോലെയാണ്. കണ്ണും ചെവി ഇല്ലാത്ത ഒരു മൃഗത്തെ ആരാ ഉദയത്തിൽ വാങ്ങുക? ഇതാരാ വാങ്ങണേ? ഇനി നമുക്കതൊന്ന് പഠിക്കാം. കണ്ണും ചെവിയും ഉള്ളവരും ഇല്ലാത്തവരെയും പറ്റി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു സൂറത്തുണ്ടല്ലോ, അതേതാ? ആദ്യം സൂറത്തിന്റെ പേര് പറയും. ആദ്യ സൂറത്തിന്റെ പേര് എന്നടാ, നല്ല കുട്ടിയാണ്, എനിക്കറിയാലോ. ഏതാ സൂറത്ത്? അറാഫ്. ഓ അതന്നെ, അറാഫ്. അനോ നല്ല കുട്ടിയാണോ? പഠിക്കണ മോനാണോ? നല്ല കുട്ടിയാണ്. അല്ലാഹു നല്ല നാഫിയ ഇൽമുള്ള മക്കളാക്കി തരട്ടെ. അല്ലാഹു നാഫിയ ഇൽമുള്ള മക്കളാക്കി തരട്ടെ. അപ്പോ അറാഫ് ഏതാണ് സൂറത്ത്? ഏതാണ് ആയത്ത്? വലഖദ് ദറഅനാ ലിജഹന്നം ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام. അതിനർത്ഥം വെക്കുക, അള്ളാഹു ആരിൽ നിന്നാണ് വാങ്ങുക? മുഅ്മിനീങ്ങളിൽ. മുഅ്മിൻ ഒരിക്കലും ഗാഫിലാവൂല, അശ്രദ്ധനെ ആവൂല. സദാസമയവും കേട്ടോ, സദാസമയവും ഉണർന്നിരിക്കുന്ന ഹൃദയമാണ് ആരുടേത്? മുഅ്മിന്റെ ഹൃദയം ഉണർന്നേ ഇരിക്കൂ എന്നതിന് ആർക്കെങ്കിലും ഒരു തെളിവ് പറയാൻ കഴിയും? മുഅ്മിന്റെ ഹൃദയം ഉറങ്ങൂല. മുഅ്മിന്റെ കണ്ണുറങ്ങിയാലും മുഅ്മിന്റെ ഖൽബ് ഉറങ്ങൂല. അതിന് തെളിവ് പറയാൻ കഴിയും? പറയാൻ കഴിയൂല എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവനെ ജീനിയസ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അയാൾക്ക് പേരുള്ളൂ. അയാൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജീനിയസ് ആണെന്ന് ഞാൻ പറഞ്ഞു. മുഅ്മിനിന്റെ ഹൃദയം ഉറങ്ങൂല, മുഅ്മിനിന്റെ ഖൽബ് ഉറങ്ങൂല. തെളിവ് പറയാൻ കഴിയില്ല. എന്നാണ് ഞാൻ പറയാം. ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാം. ചിന്തിക്കണം. فإن قلب المؤمن بيت الرب وهو لا ينام ولذا قلب المؤمن لا ينام. فإن بيت قلب المؤمن بيت الرب قال رسول الله صلى الله عليه وسلم قلب المؤمن بيت الرب. يديك قلب المؤمن بيت الرب. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ വീടാണ്. വഹുവ ലാ യനാം വലിദാ ഖൽബുഹു ലാ യനാം. അല്ലാഹു ഉറങ്ങാത്ത റബ്ബ് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് അവന്റെ ഖൽബിന് ഉറങ്ങാൻ കഴിയില്ല. ഉറങ്ങനല്ല, ഉണർച്ച കിടക്കും. എപ്പോഴും ഒരു മാളിച്ചുണ്ടാവും. എന്തുണ്ടാവില്ല? ഉറക്കണ്ടാവില്ല. قلب المؤمن قال رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم قلب المؤمن بيت الرب. ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബഹ്റുൽ മദീദിൽ തൗബയുടെ 111ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥലം എഴുതിച്ചാളി. മനസ്സിലായില്ല? ഖൽബുൽ മുഅ്മിനി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂൽ പറഞ്ഞു ഖൽബുൽ മുഅ്മിനി ബൈത്തുർ റബ്ബി. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ
റബ്ബിന്റെ വീടാണ് എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. എവിടെയുണ്ട് ഈ ഹദീസ്? ഒരു സ്ഥലത്ത് എത്തിച്ചോളി, ഒരു സ്ഥലം പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്തോളി, ഒരു സ്ഥലത്ത് എത്തിച്ചോളൂ. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബഹ്റുൽ മദീദ് എന്ന തഫ്സീറിൽ തൗബയുടെ 111-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ആ ഹദീസ് കാണുന്നുണ്ട്. എത്തിച്ചോളി. ഖൽബുൽ മുഅ്മിനി ബൈത്തുർ റബ്ബി. ഇതിന് സമാനമായ ഒരുപാട് ഹദീസുണ്ട്. വളരെ ശരിയായ ഹദീസാണ്. ഇതിന് സമാനമായ ഒരുപാട് ഹദീസുകളുണ്ട്. വളരെ വായത്തിന് ഹദീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഖൽബുൽ മുഅ്മിനി അർശുർ റഹ്മാൻ എന്ന് വേറെ ഹദീസ് ഉണ്ട്. ഖൽബുൽ മുഅ്മിനി ബൈത്തുർ റബ്ബി. ഈ ഹദീസ് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിന്റെ അൽ ബഹ്റുൽ മദീദ് എന്ന തഫ്സീറിൽ തൗബയുടെ 111-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെർച്ച് ചെയ്തോളൂ. മനസ്സിലായില്ലേ മക്കളെ? മനസ്സിലായില്ലേ? എന്താ ഹദീസ്? ഖൽബുൽ മുഅ്മിനി ബൈത്തുർ റബ്ബ്. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം പറ മക്കളെ അള്ളാഹുവിന്റെ റബ്ബിന്റെ വീടാണ്. മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിന്റെ വീടാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്റെ ഇസ്തിംബാത്താണ്, ബാക്കി എന്റെ ഗവേഷണം അടിസ്ഥാനം കിട്ടിയ ഗവേഷണം ചെയ്യാലോ. എന്താ ഗവേഷണം? റബ്ബിന്റെ വീടാണ്. റബ്ബ് ഒരിക്കലും ഉറങ്ങൂലാന്ന് ആയത്തുൽ കുർസിയിലില്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. അവന് മറവിയോ തൂക്കി ഉറക്കമോ അവന് ഇല്ല. അവൻ അല്ലാഹുവാണ്. അപ്പൊ അവന്റെ വീടാണ് എന്ത്? ഇവിടെ നമ്മൾ ഈ ആയത്തിലൊരു വിളവ് കണ്ടോ? ഇന്നല്ലാഹ ഇസ്തറാ അൽ മുഅ്മിനീന എന്നല്ല, ഇന്നല്ലാഹ ഇസ്തറാ അൽ മുഅ്മിനീന എന്നല്ല, മുഅ്മിനീങ്ങളെ അല്ലാഹു വാങ്ങിയിട്ടുണ്ട് എന്നല്ല. അല്ലാഹു പഠിച്ചവനെ, എന്താണ് ഈ ആയത്തിന്റെ രസം? എന്താ പറഞ്ഞ്? അല്ലാഹു മുഅ്മിനീങ്ങളെ വാങ്ങിയിട്ടുണ്ട് എന്നല്ല, മുഅ്മിനീങ്ങളിൽ നിന്ന് ശരീരം വാങ്ങിയിട്ടുണ്ട് എന്നാണ്. ആരെ വാങ്ങിയിട്ടുണ്ടെന്നല്ല, ഒന്നും ഉഷാറിലിരിക്ക്. വേറൊരാളാണ് എനിക്കിത് പറഞ്ഞു തന്നിരുന്നതെങ്കിൽ ഞാൻ 48 മണിക്കൂർ ഉറങ്ങൂല. അത്രയും വലിയ വാക്കായി പറയുന്നത്. മുഅ്മിനീങ്ങളെ വാങ്ങിയിട്ടുണ്ട് എന്നാണോ ആയത്ത്? മുഅ്മിനീങ്ങളെ അല്ലാഹു വാങ്ങണ്ടേയില്ല. മുഅ്മിനീങ്ങളിൽ നിന്ന് ബദനെ അല്ലാഹു വാങ്ങണ്ടുള്ളൂ. കാരണം ഒന്ന് അല്ലാഹുവിന്റെ തന്നെയാണ്, ഹിസ് ഓൺ പ്രോപ്പർട്ടി. എന്ത്? ഖൽബുഹു ഫകൈഫ യസ്തരീഹി വഹുവ അർശുഹു. പിന്നെ അള്ളാന്റെ പേരെ പിന്നെ അള്ളനെ വാങ്ങി പറയണ്ട. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എന്താണ് ഈ ആയത്തിന്റെ ഒക്കെ രസം എന്നറിയോ? ഇവിടെ അല്ലാഹു തആലക്ക് ഇന്നല്ലാഹ ഇസ്തറൽ മുഅ്മിനീന എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു മിന്നിനെ ഒഴിവാക്കായിരുന്നു. ഒരു അക്ഷരം പോലും ഖുർആനിൽ ഇനി എഡിറ്റ് ചെയ്യാനില്ല. ഇവിടെ ഇന്ന മുഅ്മിനീങ്ങളെ വാങ്ങി എന്നതിന് എന്ത് പറഞ്ഞാൽ മതി മക്കളെ? എന്തൊഴിവാക്കിയാൽ മതി? മിന്ന്. ഇന്നല്ലാഹ ഇസ്തറൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ അല്ലാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് മുഅ്മിനീങ്ങളെ വാങ്ങിയതല്ല പറഞ്ഞേ, മുഅ്മിനീങ്ങളുടെ ശരീരം വാങ്ങി. ഇനി അവർക്ക് ഒരു ആന്തരിക അവയവമുണ്ട്. എന്ത്? ഒരു സ്പിരിച്വൽ പ്രോപ്പർട്ടി ഉണ്ട് അവർക്ക്. എന്ത്? അവരുടെ ഹൃദയം. ഈ പ്രത്യക്ഷതല്ല, അതിന്റെ അപ്പുറത്തൊരു ഹൃദയമുണ്ട്. അത് ആരുടേതാണ്? സ്വന്തം പോലെയാണ്. അത് അള്ളാന്റെ മുതലല്ലേ? അള്ളാഹ് അവിടെ പാർത്തിട്ട് പിന്നെ അള്ളാഹ് അതിനെ വാങ്ങേ. ഇത് അള്ളാഹ് പാടാക്കാരണം. അള്ളാഹ് കുറച്ച് ദിവസം മുഅ്മിനീങ്ങളെ ഹൃദയത്തിൽ പാർത്തു നോക്കി. പിന്നെ ആ മുഅ്മിനീങ്ങളോട് ചോദിച്ചത് വിൽക്കോ? അങ്ങനെ ഉണ്ടല്ലേ നമ്മളെ ഭയങ്കര യഥായത്ത് പറഞ്ഞ എന്താ പടച്ച തമ്പുരാനെ തല പൊളിഞ്ഞു. ഞാൻ ഈ ആയത്തിന്റെ ഈ ഭാഗം ഇന്നലെയാ പഠിച്ചത്. ഞാൻ അന്തം വിട്ടു. എന്താ ഈ പറയണത്? ഒരു മിന്നവിടെ കൂട്ടിയപ്പോ എന്തിനാ കൂട്ടിയത്? മുഅ്മിനീങ്ങളെയല്ല വാങ്ങുന്നത്. കാരണം മുഅ്മിനീങ്ങളിൽ എന്തുണ്ട്? ബദനുണ്ട്, കൽബുണ്ട്. കൽബല്ല വാങ്ങൂല. എന്തുകൊണ്ട്? അത് അള്ളാഹ് നമ്മളെ അല്ലാഹു തആല ഭൂമിയിലേക്ക് സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു തആല അള്ളാന്റെ ഒരു മുതൽ ഇവിടെ പഠിച്ചു. ഒരു കസേരയാണ് കൊടുത്തയച്ചു. നമ്മളെ കൂട്ടത്തിൽ ഒരു കസേര തൂക്കി. അത് അള്ളാന്റെ ഒന്ന മുതലാ. ചിലപ്പോൾ ആ കസേരയിൽ പൊടി പിടിച്ചു കിടക്കും. നമ്മളൊന്നും തുടക്കൂല. അപ്പൊ പിന്നെ അള്ളാഹ് അവിടെ ഒന്നും ഇരിക്കൂല. നമ്മളെന്നും തുടച്ചാൽ അവിടെ ഒന്നാളിരിക്കും. നല്ല കുട്ടികളാണെങ്കിൽ ഇന്ന് ലഡു വിതരണം ചെയ്യും ഈ ക്ലാസ്സിൽ. അത്രയും വലിയ റെയിൽമാണി പറഞ്ഞു. ചില ഹദീസുകൾ ഉണ്ടല്ലോ, റസൂലുള്ളാഹി ഹദീസ് പറഞ്ഞാണ് ചിരിക്കും. അപ്പോൾ സ്വഹാബികൾ ചിരിക്കും. പിന്നെ ആ സ്വഹാബി ആ ഹദീസ് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ സ്വഹാബി ചിരിക്കും. എൻ്റെ ഉസ്താദ് എന്നോട് ചിരിച്ചിട്ടുണ്ട് 1984 എൻ്റെ ഹദീസ്. ഉസ്താദ് ഈ ഹദീസ് കോടങ്ങാട് പള്ളിയിൽ നിന്ന് സുബഹിന് ശേഷം ഓതുകയും എന്നോട് ചിരിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ചിരിച്ചതുപോലെ ഞാൻ ചിരിക്കുന്നു. എൻ്റെ ഉസ്താദ് എൻ്റെ മുഖത്തൊക്കെ ചിരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളോട് ചിരിക്കുന്നു. ഇപ്പം ഞങ്ങളോട് ഹദീസ് പറയാത്തതുകൊണ്ടാണ് ചിരിക്കാത്തത്. വേറെ ചിരിയാ.
മനസ്സിലായില്ല? നിങ്ങൾ ചിന്തിക്കുക, ഈ വാക്കെന്താ? ഇന്നല്ലാഹു അശ്തറ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് വാങ്ങി. ഫുള്ള് വാങ്ങൂല. എന്തുകൊണ്ട്? മുഅ്മിനീങ്ങളെ ഒരു ഭാഗം ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. മൊത്തം മനുഷ്യരെ മുഅ്മിനാക്കി അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും മുഅ്മിനായി ഭൂമിയിലേക്ക് അയച്ചു. അതിൽ അള്ളാഹു തആലക്ക് സിംഹാസനുണ്ട്, കൽബ്, പിന്നെ അവന്റെ ബദനുണ്ട്, അവന്റെ സ്വന്തം ഉപയോഗിക്കാം. പക്ഷെ എന്ത് ചെയ്യണം? ഈ ബദനെ ഉപയോഗിക്കുമ്പോൾ അവൻ എന്ത് തുടച്ചു വെക്കണം? അള്ളാഹുവിന്റെ അർശ് തുടച്ച് എന്നും കസേര തുടക്കണം ഓരോ ലഹളയിലും. ഇല്ലെങ്കിൽ ആ പിശാച് വന്നിട്ട് എവിടെ ഇരിക്കാം? പിശാച് എവിടെ ഇരിക്കാം? പറ മക്കളെ, ഒരു തടിയിലേക്ക് പിശാച് വരികയാണെങ്കിൽ എവിടുക്ക പിശാച് ഓടുക? പറ, എവിടുക്ക ഓടുക? കൽബിലേക്ക്. എന്തുകൊണ്ട്? അത് വിഴിഞ്ഞ കഴിഞ്ഞ് അള്ള ബന്ധം വിട്ടു. പറയുന്നുണ്ട്, മനുഷ്യന്റെ ഹൃദയം ആര് വന്ന് വിഴുങ്ങും? പിശാച്. അവൻ അള്ളാഹുവിന്റെ ദിക്റിൽ അല്ലെങ്കിൽ ദിക്ർ ഇതല്ല, ഇതിന്റെ ദലീലാണ് അള്ളാഹുവിന്റെ ചിന്ത. എന്റെ റബ്ബിന്റെ ദീൻ എങ്ങനെ വിജയിക്കും? എന്റെ റബ്ബിന്റെ ദീൻ എങ്ങനെ ജനങ്ങളിൽ എത്തിക്കും? എന്റെ റബ്ബിന്റെ കൂടെ ഞാൻ എങ്ങനെ നിൽക്കും? ഇതാണ് ഉണർച്ചയിൽ ആർക്കുള്ളത്? മുഅ്മിനുള്ളത്. അപ്പൊ ഈ മുഅ്മിനാണ്. സദ്ദാത്ത് അങ്ങനെ ഉണ്ടല്ലോ, അപൂർവമായിട്ടേ മൈഷത്ത് ചിന്തിക്കുള്ളൂ. ഗാലിബ് സമയത്തിലും മൈഷത്ത് ചിന്തിക്കണമെങ്കിൽ ഉറപ്പാണ് മുഅ്മിനല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. തെളിവ്, ലോട്ട് ഓഫ് തെളിവ് പറയും, കുറച്ചൊന്നുമല്ല. എന്നൊക്കെ പറയുന്നത് മനസ്സിലായേ? കൂടുതൽ സമയത്ത് ഒരു മനുഷ്യൻ്റെ അവൻ്റെ പൈസ, സമ്പത്ത് ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ അവൻ ആരല്ല? മോനല്ല. മോമിൻ്റെ കൽബ് ഉണർന്നിരിക്കും. ആരിലേക്ക്? അള്ളാഹു. അപ്പോഴേ അർശുർ റഹ്മാനാവും. അതായത് അള്ളാഹിനെ പറ്റി ചിന്തിക്കുമ്പോൾ നിന്റെ കൽബിൽ ആരുണ്ട്? പറയാൻ ആരുണ്ട്? അള്ളാഹുണ്ട്. ഞാൻ ഈ റളിയല്ലാഹുവിനെ പറ്റി, വയസ്സല്ല, ബഹുമാനപ്പെട്ട ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പഠിച്ച കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, 10-30 കൊല്ലം മുമ്പ്, എനിക്ക് ഒരു ഉസ്താദ് പറഞ്ഞു, നമുക്കവരെ കാണാൻ അവസരമുണ്ടാവും, ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ കഴിയും എന്നിങ്ങനെ അന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ ബോധ്യായി. അപ്പോൾ പിന്നെ ഞാൻ കുറേ കാലം പിന്നെ ഞാൻ ഖദർ അലൈഹി സ്വലാമിനെ എങ്ങനെ കാണും എന്നാലോചിച്ച് നടന്ന ഒരു കാലം എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കൽ മണ്ണാർക്കാട് വെച്ച് ഒരു സ്വാലിഹായ, ഒരു സൂഫിയായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു, എനിക്ക് ഖദറിനെ കാണണം അലൈഹി സ്വലാം. അതാണ് അതിനെന്താ പറ്റിയ ദിക്ർ, അത് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, മോനെ, അതിനൊരു പ്രത്യേക ദിക്ർ ഇല്ല. നിങ്ങളെ കൽബിൽ ഖദറിനോട് മഹബത്ത് വരുന്നുണ്ടെങ്കിൽ ഖദർ നിങ്ങളെ കൽബിലേക്ക് നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഖദറിനോട് നിങ്ങൾക്ക് ആവശ്യം വരില്ല. കണ്ടാലും കണ്ടില്ലെങ്കിലും റൂഹിയായി നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടി കഴിഞ്ഞു, അത്രേ ആവശ്യമുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത്രേ ആവശ്യമുള്ളൂ. അതായത് നിങ്ങളെ കൽബിൽ ഖദർ വന്നിട്ടുണ്ടെങ്കിൽ ഖദറിന്റെ നോട്ടം നിങ്ങളിലേക്കുണ്ട്. നിങ്ങളെ കൽബിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ടെങ്കിൽ ജിബ്രീലിന്റെ നോട്ടം നിങ്ങളിലേക്കുണ്ട്. അവരുടെ നോട്ടത്തിന് അത്ര വലിയ വൈപുല്യത ഉണ്ട്, വളരെ വലിയ നോട്ടത്തിന് അവർക്ക് കഴിയും. നിങ്ങളെ കൽബിലേക്ക് അള്ളാന്റെ ഹബീബ് നോക്കിയാൽ മതി, പിന്നെ ഉറങ്ങൂല. ഒരു വട്ടം അള്ളാഹുവിന്റെ ഹബീബ് റൂഹിയായി നമ്മുടെ കൽബിലേക്ക് നോക്കിയാൽ ആ വ്യക്തി പിന്നെ ദോഷിയാവുകയില്ല. ആ വ്യക്തി പിന്നെ ദോഷിയാവൂല. തിരിച്ചു വാ. എന്താ പറഞ്ഞത്? കൽബ് അല്ലാഹു വാങ്ങൂല. കൽബ്, മറ്റൊരു കൽബ് അല്ലാഹു വാങ്ങൂല. ആരുടേത്? മുഅ്മിനല്ലാത്തവരുടേത്. എന്തുണ്ട്? അത്രയും നല്ല സാധനം അവൻ ശ്രദ്ധിക്കാതെയും സൂക്ഷിക്കാതെയും അത് കെട്ടുപോയി. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഒരു കാലത്തും തുരുമ്പ് പിടിക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരു വാച്ച് ഒരാൾ നിനക്ക് തന്നു, പക്ഷെ നീ അത് കുപ്പയിലിട്ടു. അപ്പോൾ പിന്നെ അത് ഒരു കൊല്ലം കൊണ്ട് തുരുമ്പ് പിടിച്ചു. അതെന്താ? ഇത് തുരുമ്പ് പിടിക്കാതിരിക്കൽ അതിൻ്റെ ഗുണമാണെങ്കിൽ പോലും തുരുമ്പ് പിടിക്കൽ നിർബന്ധമായ അടുത്ത് നീ ഇട്ടപ്പോൾ പിന്നെ അതിന് തുരുമ്പ് പിടിക്കല്ലാതെ നിർവാഹം ഇല്ലാതെ. ഇതാണ് മുഅ്മിനല്ലാത്തവരെ കൽബ്. അത് ഇനി അള്ളാഹു വാങ്ങൂല, അത് കഴിഞ്ഞ്. അല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ അള്ളാഹു ഇയാളിൽ സംഭവിപ്പിക്കണം, അതിന് എന്തെങ്കിലും ഒരു നന്മ ഇയാളിൽ ശേഷിക്കണം.
അപ്പൊ വളരെ ദോഷിയായ ഒരു വ്യക്തിയായിരിക്കും. ആ ദോഷിക്ക് സാധുവിനെ കണ്ടാൽ വേദന വരും. ആ സാധുവിനെ എന്തെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടേ ഇയാൾ അവിടുന്ന് പോകുള്ളൂ. അയാൾ ഒരു ദിവസം അയാൾ തിരിച്ചു വന്നേക്കാം. എന്തുകൊണ്ട്? അയാളിനൊരു നന്മ ശേഷിക്കുന്നുണ്ട്. എന്ത്? മഹബ്ബത്തുൽ മുഅ്മിനീൻ. അത് ആരുടെ സ്വഭാവ? മഹബ്ബത്തുൽ മസാക്കീൻ. ആരുടെ സ്വഭാവ? പറവർക്ക് എന്തിനാ പേടിക്കണേ? റസൂലുള്ളാഹി പറയാം മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഗുറബാഇ വൽ മസാക്കീൻ. അപ്പോൾ മുഹിബ്ബുൽ മസാക്കീൻ, മഹബ്ബത്തുൽ മസാക്കീൻ, മിസ്കിന്മാരെ പ്രേമിക്കൽ ആരുടെ സ്വഭാവ? റസൂലുള്ളാഹിയുടെ സ്വഭാവ. അപ്പൊ വലിയ കള്ളുടിയനാ. ഒരു ദിവസം അയാൾ ഈ മല്ലേക്ക് തിരിച്ചു വന്നേക്കാം. എന്തുകൊണ്ട്? എല്ലാ വെളിച്ചം കൂടി പൂർണ്ണമായി കെട്ടിട്ടില്ല. കെട്ടോ പിന്നെ ഒന്നാവൂല. കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ നോക്കൂ, നിങ്ങള് നല്ലോണം തല കൊടുത്ത് ചിന്തിക്ക്. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. നോക്കൂ, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. മുഅ്മിനീങ്ങളുടെ നഫ്സിനെ അല്ലാഹു വിലക്ക് വാങ്ങും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ചിന്തിക്ക്. അപ്പൊ ആദ്യം ആരാകണം? കൽബ് വാങ്ങണ്ടയില്ല. കൽബ്, മുഅ്മിനിന്റെ കൽബ് യഖ്ലാന, ഉണർന്നിരിക്കുക, ഉറങ്ങൂല. കാരണം അതിന്റെ ഉള്ളിൽ ആരുണ്ട്? ഉണ്ട്. ഉറങ്ങേയില്ല, ഒരിക്കലും ഉറങ്ങൂല. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അങ്ങനെ പിന്നെ ആ വീട്ടിൻ്റെ ആൾ ഉറങ്ങൂല. മക്കത്തെ ഏറ്റവും വലിയ ഇമാമ്, 5 വഖത്തിന് ഇമാമത്ത് നിൽക്കുന്ന ഇമാമ് നിന്റെ പുരയിലേക്ക് വിരുന്നാൽ അന്ന് ചൊറങ്ങുമോ? ഉറങ്ങിയ അന്ന പിന്നെ വലിയനും പറ്റുമോ? ഒരു ദിവസം വൈകുന്നേരം ഖിദർ നബി എൻ്റെ പുരയ്ക്ക് വിരുന്നാൽ ചൊറങ്ങുമോ? അന്ന് ചൊറങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നേരത്തെ എൻ്റെ കുടിക്കട സർട്ടിഫിക്കറ്റ് കിടന്ന് തരണം. എന്നൊന്ന് മനസ്സിലാക്കാൻ. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം നിന്റെ വീട്ടിലേക്ക് ഞാൻ ഖദറ എന്ന് പറഞ്ഞു വന്നാൽ ഈ ഉറങ്ങോ? നമുക്ക് ഉറങ്ങാൻ കഴിയോ? അല്ല മനുഷ്യ. ഒരു 25 പെട്ടിയും കൊണ്ട് 4 കൊല്ലം മുമ്പ് പോയ ബാപ്പ ഗൾഫിൽ നിന്ന് വന്നാൽ അന്ന് ചൊറങ്ങോ? അന്ന് ഉറക്കാൻ കഴിയില്ലല്ലോ. ബാപ്പ കൊണ്ടുവന്ന ടോയ്സിൻ്റെ കാര്യവും ബാഗിൻ്റെ കാര്യവും ഭംഗിയും എല്ലാം അന്ന് ഇജ്ജ് ഉറങ്ങൂല. എന്ന് മാത്രമല്ല, ഇജ്ജെൻ്റെ ചെങ്ങായിനെ വരെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തി ഉറങ്ങാൻ അയക്കൂല. രാത്രി 2 മണിക്ക് നേരത്തെ എനിക്ക് നേരം പൊളിച്ച് പറഞ്ഞാൽ പോലെ. ഇപ്പോൾ നേരം പൊളിക്കണമെങ്കിൽ ഇവൻ എന്തായിട്ടില്ല, ഇവരും ഉറങ്ങിയിട്ടില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ ഒരിക്കലും ഉറങ്ങാത്ത റബ്ബ് നിന്റെ കൽബിലുണ്ടെങ്കിൽ ആ കൽബ് അള്ളാന്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അത് അള്ളാഹു വാങ്ങേണ്ടതില്ല. കാരണം അത് അള്ളാഹിൻ്റെതാണ്. അപ്പൊ അള്ളാഹുവിൻ്റെതായ ഒന്ന് നിന്റെ കൽബിൽ, അതിന്റെ ഹാമിലാണ് നീ ആരാ? ഈ മുഅ്മിനാണെങ്കിൽ നീ അള്ളാഹിന്റെ വീട് ഏറ്റി നടക്കുന്നവനാണ്. ഈ മുഅ്മിനാണെങ്കിൽ നീ ആരാണ്? മോനെ, ഈ മുഅ്മിനാണെങ്കിൽ നീ റബ്ബിന്റെ വീട് ചുമന്ന് നടക്കുന്നവനാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനല്ലെങ്കിലോ അത് തുരുമ്പ് പിടിച്ച് കെട്ടുപോയി നീ ആ ഭാഗം തിരിഞ്ഞു നോക്കൂല. മനസ്സിലായി? ഇനി ബദനെ പറ്റിയ ശരീരം, നിന്റെ ശരീരം അള്ളാഹു വാങ്ങണമെങ്കിൽ, നിന്റെ ശരീരം വാങ്ങണമെങ്കിൽ നിനക്ക് കണ്ണുണ്ടോ? അള്ളാഹു വലിയ ചോർക്കനല്ലേ. വലഖദ് റഅയ്നാ, സമയം കഴിഞ്ഞ സമയത്ത് 8 മണി അവസാനിപ്പിക്കാം. വലഖദ് റഅയ്നാ ലിജഹന്നം. ഓതു മോനെ, ഓതു. എത്ര ആയത്ത്? എത്രാമത്തെ ആയത്താ? ഞാൻ നോക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞുതരാം. 179 ആറാഫ്. 179 ആറാഫ് 179 ക്ലാസ് കഴിഞ്ഞിട്ട് എടുത്തു നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ചിന്തിക്കാം. അടുത്ത ആഴ്ച ബാക്കി വ്യാഖ്യാനം പറയും. ولقد رأينا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها. അവരുടെ ഹൃദയത്തിന് പണിയെടുക്കാൻ കഴിയുകയില്ല. അപ്പൊ മുടന്തൻ ഹൃദയം. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവരുടെ കണ്ണിന് കാണാൻ കഴിയുകയില്ല. കാണാൻ കഴിയാത്ത കണ്ണാണെങ്കിൽ പിന്നെ അത് കച്ചവടക്കാൻ എടുക്കുമോ? വലഹും അദാനുൻ ലാ. ബദന്, ഇവിടെ കൽബിനെ പറ്റി പറയുന്നില്ല. ബദന്, കൽബ് അള്ളാന്റെ വീടാണോ അല്ലേ എന്ന് അറിയണമെങ്കിൽ ഇതുകൊണ്ട് അറിയും. നിന്റെ കണ്ണ് പൊട്ടിയോ? കൽബന്റെ അള്ളാന്റെ വീടല്ല. കൽബിൽ അള്ള പാർക്കണമെങ്കിൽ കണ്ണ് പൊട്ടൂല. എന്റെ കൂടെ ഒന്ന് വരി. കൽബിൽ അള്ളാഹു പാർക്കുന്നുണ്ടെങ്കിൽ കണ്ണ് പൊട്ടൂല. കണ്ണ് പൊട്ടിയാൽ എന്താ? കാണേണ്ടത് കാണാൻ നിന്റെ കണ്ണിന് കഴിയൂല. കേൾക്കേണ്ടത് കേൾക്കാൻ നിന്റെ കേട്ടാ പോരാ. കേട്ടിട്ട് എന്ത് ചെയ്യണം? ഉൾക്കൊള്ളണം. അത് നിനക്ക് കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? നിന്റെ ഹൃദയം അള്ളാന്റെ പ്രോപ്പർട്ടി അല്ല. അള്ളാഹ് ഒഴിവാക്കി.
മനസ്സിലായില്ലേ? ഈ കുഞ്ഞായപ്പോൾ അള്ളാഹിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു. അന്ന് നീ കിടന്ന് ജിബിരിലിനെ കാണും, മീക്കായിലിനെ കാണും. അങ്ങനെ കുട്ടികൾ മലർന്ന് നടന്ന് ഒറ്റയ്ക്ക് ചിരിക്കേണ്ടപ്പോൾ വല്യമ്മ പറയും, എന്റെ വല്യമ്മ എത്ര വട്ടാണെന്ന് പറഞ്ഞ് കണക്കില്ല. മലക്കളെ കാണുന്നുണ്ടാവും, മലക്കളെ കാണുമല്ലോ. എന്തുകൊണ്ട്? ആ കൽബിൽ ആരുണ്ട്? അള്ളാഹു. അപ്പോൾ മലക്കളെ കാണാൻ കഴിയും. പിന്നെ നമ്മൾ ദുനിയാവിന്റെ പിന്നെ അടിമയെ അബദ്ധടഞ്ഞു. ഒരു കാലത്ത് ഇവിടെ പാർത്തിലുണ്ട് ആര്? അബൂജഹലിന്റെ ഹൃദയത്തിൽ വരെ ഉണ്ടാവും കുല്ലു മൗലൂദിൻ. ഒന്ന് പറ മോനെ, യൂലദു അലൽ ഫിത്ര, ഫിത്രത്തു സലീമത്തിലല്ലാത്ത ജനിക്കുന്ന ഒരു കുട്ടിയുമില്ല. ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ കുട്ടികളും നല്ലവരായി ജനിക്കുന്നു എന്നാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. എന്തല്ല, മനുഷ്യർ പാപ്പിയായി ജനിക്കുന്നു എന്ന് പറയുന്ന മതങ്ങളുണ്ട്. ആ മതങ്ങൾക്ക് അവിടെ പിഴച്ചു പോയതാണ്. അത് ആ മതത്തിൻ്റെ സിദ്ധാന്തമല്ല. പിൽക്കാലഘട്ടത്തിൽ ഒരു യൂറോപ്യൻ സിദ്ധാന്തം ആ മതത്തിലേക്ക് കയറ്റിക്കൂട്ടിയതാണ്. ഒരിക്കലും മതത്തിൻ്റെ സിദ്ധാന്തമല്ല അത്. മനുഷ്യൻ പാപിയായി ജനിക്കുന്നു എന്ന് പറയുന്ന മതത്തിന് ആ മതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം അതല്ല. അത് യൂറോപ്യൻ ഐഡിയോളജിയെ, ഒരു യൂറോപ്യൻ സിദ്ധാന്തത്തെ ആ മതത്തിലേക്ക് അഡോപ്റ്റ് ചെയ്തതാണ് പിൽക്കാലഘട്ടത്തിൽ. അത് ആ മതത്തിന്റെ സിദ്ധാന്തമേ അല്ല. ഇസ്ലാം എല്ലാവരും നല്ല അള്ളാഹു കുടി പാർക്കുന്ന വീടുണ്ട്, അതോടുകൂടിയാണ് എല്ലാവരും ഈ ഭൂമിയിൽ ജനിക്കുന്നത്. പിന്നീട് ഭൗതികതയെ പ്രണമിച്ചു പോയപ്പോൾ അവന്റെ ഹൃദയം അള്ളാഹു ഉപേക്ഷിച്ചത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അവൻ നഫ്സിനെ വാങ്ങണമെങ്കിൽ ഏറ്റവും പ്രധാനം എന്താണല്ലോ? ഉണർന്നിരിക്കുന്ന ഹാർട്ട്. ഇല്ല, അതൊന്നും ഒഴിവായി പോയിട്ടുണ്ട്. പിന്നെ കണ്ണിന് എന്തില്ല? കാഴ്ചയില്ല. ചെവിക്ക് കേൾക്കാൻ കഴിയില്ല. അവർ മൃഗങ്ങളെ പോലെയാണ്. ബൽഹും അതല്ല, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചതാണ്. മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചതാണ്. ഇതിന്റെ വ്യാഖ്യാനാർത്ഥ പറയും, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവർ. ഒക്കെ എല്ലാം കിടക്കണം, എല്ലാം എല്ലാം എല്ലാം. അതിൻ്റെ അർത്ഥം ഭൂമിയിൽ നല്ലവരില്ല എന്നല്ല, ഉണ്ടാവും. അത് നമ്മളാണ് എന്ന് വാശി പിടിക്കേണ്ട. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഓക്കെ, നമ്മളിന്നൊരു പോക്കാണ്. മുമ്പേ ഗമിക്കുന്ന ഗോതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളല്ല. അങ്ങനെ പോവുകയാണ്. മുന്നിൽ പോണവൻ എന്നെ അന്തല്ല, പിന്നെ ബാക്കിൽ പോണവൻ എന്തുണ്ടാവും? മുന്നിൽ പോണവൻ എന്നെ അന്തല്ല. ഓൻ്റെ കൽബൊക്കെ എന്നോ അടഞ്ഞു പോയി. നേതാവിൻ്റെ കൽബ് എന്നോ അടഞ്ഞു പോയി. അതൊക്കെ അള്ളാഹു ഒഴിവാക്കി പോയിട്ട് കാലം കുറയിരുന്നു. ഞാൻ ഒന്നിനെ ആക്ഷേപിക്കാൻ പറയില്ല. അന്തണ്ടാക്കി തരിക എന്നാണ് ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. കുറേ ആളുകളെ എന്താക്കുക പോലെ മണിയടിച്ചിട്ട് പോലെ വലിയതാക്കാൻ ചെറുതാക്കുക, ആ പരിപാടി ഇവിടെ ഇല്ല. ഇത് പടച്ച റബ്ബിനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരു സാധനം നമ്മളെ കൽബ് കെട്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരല്പം ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ഊതിക്കാച്ചിക്കൊണ്ട് നടക്കാൻ കഴിയും. വഴിക്കൊള്ളക്കാരുടെ നേതാവ് ഔലിയാക്കളായ സംഭവങ്ങളുണ്ട്. വഴിക്കൊള്ളക്കാർ അവർ നേതാക്കൾ പിന്നെ ഔലിയാക്കളായിട്ടുണ്ട്. എന്തുകൊണ്ട്? ചെറിയൊരു വെളിച്ചുണ്ടാവും, ആ വെളിച്ചത്തിനെ പിന്നെ അവർ ഡിപ്പെൻഡ് ചെയ്ത് വന്നു, പിന്നെ അവരെല്ലാം ഒഴിവാക്കി. വേശ്യകൾ വലിയതായ സംഭവമുണ്ട്. എന്താ പറഞ്ഞേ? വേശ്യകൾ പിന്നെ വലിയത്തായി മരിച്ചിട്ടുണ്ട്. ഭയങ്കര വലിയായിട്ട് അങ്ങനെ മരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒരു സെക്കൻഡിൽ അവർക്ക് ബോധം കിട്ടി, പറ്റ വെളിച്ചം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ മടങ്ങി, പിന്നെ അവർ അതിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അവർ അതൊരു നന്മയാണ്. ചില സിനിമാ നടികൾ, ലോക പ്രശസ്ത സിനിമാ നടികൾ പിൽക്കാലഘട്ടത്തിൽ മുഖമക്കനെ കെട്ട് അങ്ങനത്തെ ഒരു സിനിമാ നടിയുടെ ഒരു ചർച്ച ഈ അടുത്ത കാലത്ത് വന്നിരുന്നു. അത് ഏത് സിനിമാ നടി, ഏത് ഭാഷയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ചർച്ച വന്നിരുന്നു അടുത്ത്. അങ്ങനെ ഉണ്ടായി. കേറ്റ് സ്റ്റീവൻസിനെ പോലെ. കേറ്റ് സ്റ്റീവൻസിനെ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പേര് യൂസുഫ് ഇസ്ലാം എന്നാണ്. അദ്ദേഹം ഒരു നിലക്ക് അദ്ദേഹം എന്താ പറയുക, പോപ്പ് സംഗീതത്തിൻ്റെ പിതാവാണ്. ഈ മനുഷ്യൻ പിന്നെ തിരിച്ചു വന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേര് യൂസുഫ് ഇസ്ലാം എന്നാണ്. മടങ്ങി ആരിലേക്ക്? അല്ലാഹ്. അങ്ങനെയുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഒരു ലേശം വെളിച്ചുണ്ടെങ്കിൽ ആ വെളിച്ചത്തെ അവലംബിച്ച് വന്നാൽ മതി. ഇനി അല്ലെങ്കിൽ വേറൊരു നമുക്ക് കത്തിച്ചു തരും. പക്ഷെ എന്താണ്? കത്തി നിൽക്കുന്ന വിളക്കുള്ള എടുത്തുന്നേ കത്തിക്കാൻ കഴിയുള്ളൂ. കെട്ടുപോയൊരു വിളക്കിനടുത്ത് നമ്മളെ വിളക്ക് കൊണ്ടുവച്ചൊരു കാര്യമല്ല. ആ വിളക്കുകൾ തമ്മിൽ ചുംബനം നടക്കുന്നേ ഉള്ളൂ. അല്ലാതെ വേണമെങ്കിൽ ഒരു ചുംബന സമരം നടത്താം എന്നല്ലാതെ നമ്മളെ വിളക്ക് കത്തുമെന്ന് വിചാരിക്കണം. കത്തണമെങ്കിൽ നമ്മൾ കത്തി നിൽക്കുന്ന വിളക്കിലേക്ക് ഒന്ന് മുട്ടണം, എന്നാ കത്തും. അപ്പൊ വിഷയം തീർന്നിട്ടില്ല, അടുത്താഴ്ച പറയും.
നമുക്ക് ഖൽബുമില്ല. നമ്മൾ മാർക്കറ്റിൽ തോറ്റു. നമ്മളെ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് പോലും അല്ലാഹു തആല നോക്കൂല. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീൻ. അതായത് ഒരു പ്രോപ്പർട്ടി ആരുടേതാണ്? അല്ലാഹുവിൻ്റെതാ. ഇവൻ മുഅ്മിനാണെങ്കിൽ ഇവന്റെ പ്രോപ്പർട്ടി ആരുടേതാ? അല്ലാഹു. പിന്നെ അല്ലാഹു തആല പറയും, എന്ത് എനിക്ക് സ്വർഗത്തിൽ ഏത് ഭാഗമുണ്ട്, എന്നിട്ട് അവർ തമ്മിലുള്ള എന്ത് നെഗോഷിയേറ്റ് ചെയ്യും. മനസ്സിലായില്ല? അല്ല, എനിക്ക് ഫിർദൗസ് തന്നെ വേണം. അയ്യാ, ഫിർദൗസും തരാൻ അത്രയില്ല. ഇവർ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യും. ഒരു നിലക്കൊരു ടെലിപ്പതി ഉണ്ട്. ഒരു ടെലിപ്പതി എന്നറിയും. അള്ളി ഇവനും സംസാരിക്കും, അള്ളി ഇവരും തമ്മിൽ സംസാരിക്കും. അങ്ങനെയുണ്ട്. അങ്ങനെ ശൈത്താൻ മനുഷ്യൻ സംസാരിക്കണമെങ്കിൽ അള്ളാഹു മനുഷ്യൻ സംസാരിക്കും. എല്ലാ ക്രൂര നിയമങ്ങളും ഹിറ്റ്ലർ എടുക്കുന്നതിൻ്റെ തലേ രാത്രി നഗ്നനായി ചങ്ങലയിൽ ബന്ധിതനായി ഹിറ്റ്ലർ നിലവറയിൽ പോയി കിടക്കും എന്നാണ് ഹിറ്റ്ലറുടെ ചരിത്രം. ഒന്നും കൂടി പറയാം, മനസ്സിലായില്ല? ഹിറ്റ്ലറുടെ ആത്മകഥ മെയിൻ ക്യാഫ് വായിച്ച ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കൈവക്കാം. 1, 2, ഹിറ്റ്ലർക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിൻ്റെ തലേ രാത്രി ഹിറ്റ്ലർ പോയിട്ട് എവിടെ നിലവറയിലിറങ്ങും, നഗ്നനായി കിടക്കും. നഗ്നത എന്ന് പറഞ്ഞാൽ തന്നെ ആരുടെ സാധനമാണത്? പിശാച്. ഉമ്മാനി ബാപ്പാനി പിഴപ്പിക്കാൻ നോക്കിയപ്പോൾ ആദ്യം അവർക്ക് നഷ്ടപ്പെട്ടത് വസ്ത്രമാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? നഗ്നത. പിന്നെ ചെങ്ങലയിൽ ബന്ധിതനായി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അന്ന് ഹിറ്റ്ലർ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കും. അതായത് ആ രാത്രി ഇതിപ്പോ ഫിസിക്കലി വർത്താനം, ഞാൻ സ്പിരിച്വലി ഭാഗമുണ്ട്. ഇതിനെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അന്ന് സംസാരം ഉണ്ടാവും. ആരും തമ്മിൽ, പിശാചും ഹിറ്റ്ലറും തമ്മിൽ സംസാരം ഉണ്ടാവും. പിശാചിനോട് സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹിനോട് സംസാരിക്കുന്നവരുണ്ടാവും. അള്ളാഹുവിനോട് സംസാരിക്കുന്നവർ തീർന്നു. പിശാചിനോട് സംസാരിക്കുന്നവരെ നിലനിൽക്കുന്നു എങ്കിൽ അത് പ്രപഞ്ചത്തിന്റെ നീതിക്കെതിരാണ്. ഈ ഭൂമിയിൽ അള്ളാഹുവിനോട് സംസാരിക്കുന്നവർ ഇന്നുണ്ടാവും. മനസ്സിലായില്ലേ? മുഅ്മിനീങ്ങൾ അതിനടുക്കും. മുഅ്മിനീങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യും. ആരോട്? പറയാ സ്വർഗത്ത് കിടത്താനൊന്നും തീരുമാനിച്ചില്ല. അല്ല, സ്വർഗത്ത് കിടക്കണം. എന്നാ അതിന്റെ ആ പോയമാട്ടം എവിടെയെങ്കിലും പാർത്തോ? പറ്റൂല. എനിക്ക് കൊട്ടാരം വേണം. അവിടെ താഴെയുള്ള ഏതേ കെട്ടാത്ത പറ്റൂല. എനിക്ക് ഫിർദൗസിലാക്കാൻ മാത്രമൊന്നും ചെയ്യില്ല. നെഗോഷിയേറ്റ് ചെയ്യും. കാരണം ഇവിടെ ആരിക്കുന്നുണ്ട്? ബദന് നിന്റേതാണ്. ബദന് തൽക്കാലം നിനക്കല്ല വിട്ടുന്നു. കൽബ് ആരുടേതാണ്? ഇതിൽ ഈ സദാ സമരം തമ്മിൽ ചർച്ച നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് മുഅ്മിനിന്റെ ലൈഫ്. അതേ സമയത്ത് മുഅ്മിൻ അല്ലാത്തവരോ അവരുടെ കൽബിൽ ചർച്ച നടന്നുകൊണ്ടേയിരിക്കും. എന്തിനെ പറ്റി? ദുനിയാവ്, ആഖിറത്തിനെ പറ്റി ചർച്ച നടക്കുന്നുണ്ടോ എങ്കിൽ നിന്റെ കൽബ് ആരുടേതാണ്? മുഅ്മിന്റേതാണ്. ദുനിയാവിനെ പറ്റിയാണ് സദാസമയം ചർച്ച എങ്കിൽ നിന്റെ കൽബ് ആരുടേതാണ്? പറേ. ആഖിറത്തിനെ പറ്റിയാണ് ചർച്ച നടക്കണമെങ്കിൽ നിന്റെ കൽബ് അള്ളാഹുവിന്റെ ആണ്. അവിടെ അള്ളാഹു ഉണ്ട്. അതല്ല, ദുനിയാവിനെ പറ്റിയാണ് നിന്റെ ചർച്ച എങ്കിൽ നിന്റെ കൽബിൽ സദാ വിരിഞ്ഞു വരണമെങ്കിൽ നിന്റെ കൽബിന്റെ ഉടമസ്ഥൻ ആരാണ്? ഉറക്കപ്പറേ. പിശാച് വീഴുമെന്ന് പറഞ്ഞിട്ടില്ലേ? പിശാച്. പിന്നെ സിഹിർ ബാത്തിലാക്കാൻ നടക്കണ്ട. ബാത്തിലാക്കിയത് ബാത്തിലാവൂല.